ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ്. അപ്പൊ ബ്ലോഗിന്റെ ഒരു ക്വസ്റ്റ്യൻ, എന്താണ് സാർ ബ്ലോഗ് ഉറപ്പാണോ സാർ? ഓഫ് കോഴ്സ്. കാര്യം എന്താന്ന് വെച്ചാല് ക്രിസ്മസ് എക്സാമിന് ഒരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ അല്ലേ, എക്സാം ഇച്ചിരി ടൈറ്റ് ആക്കേണ്ട ഭാഗമായിട്ട് എന്താണെന്ന് ബ്ലോഗ് എന്ന് അറിയാത്ത കുറെ ആളുകൾ ഉണ്ടാവില്ലേ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആകെ ബേജാറാവണ്ടടാ. റാൻസ് ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനു പേടിക്കുന്നില്ലേ? ഹേ ഡിയർ, ഡോണ്ട് ഫിയർ ബിക്കോസ് ഐ ആം ഹിയർ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ റാൻസ് ഇസ് ഹിയർ. റാൻസ് ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ബ്ലോഗിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കും നിങ്ങൾ, വെബ് ബ്ലോഗ് ആട്ടോ. നമ്മളുണ്ടാവില്ല പറഞ്ഞുണ്ടാവില്ലേ യൂട്യൂബിലെ വ്ളോഗ് ചെയ്യണില്ലേ, അതുപോലെ ആ വ്ളോഗ് നമ്മൾ വീഡിയോ ലോഗാണല്ലേ. ഇത് വെബ് ലോഗാണ്. അതിനോണ്ടാണ് നമ്മൾ എഴുതലാട്ടോ, റൈറ്റിംഗ് ആണ് ഉള്ളത്, റൈറ്റിംഗ് ആണ്. അപ്പൊ എങ്ങനെയാണ് സാറ് എഴുതുക നോക്കൂ നിങ്ങൾ. അവർ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ഓൺ ദ വെബ് ഇന്റർനെറ്റ് സ്പേസിൽ നമ്മൾ ഐഡിയകൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. മാത്രമല്ല റിവ്യൂ ഓഫ് എ ബുക്ക്, അതൊരു പക്ഷേ ബുക്കിന്റെ റിവ്യൂ ആവാം, അല്ലെങ്കിൽ ഒരു സ്റ്റോറിന്റെ റിവ്യൂ ആവാം, അല്ലെങ്കിൽ കവിതന്റെ റിവ്യൂ ആവാം, അല്ലെങ്കിൽ ഇന്റർവ്യൂ ബേസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആവാം കേട്ടോ. ഒരു കിടിലൻ തള്ളിമറിക്കൽ പഠിച്ചാലോ മക്കളെ, നന്നാവില്ലെന്നൊക്കെ ശ്രദ്ധിക്കാം, നന്നാവാം. ആദ്യം നമുക്ക് ഒരു ടൈറ്റിൽ കൊടുക്കണം, എന്നിട്ടോ ഡേറ്റ്, നെയിം ഓഫ് ദി റൈറ്റർ, എഴുതിയിട്ടുള്ള ആൾ അല്ലെ, ഒരു ഡേറ്റ് കൊടുക്കണം, എഴുതുന്ന ആളുടെ പേര് കൊടുക്കാം കേട്ടോ. ഒന്നുകിൽ കിരണ്ണോ അച്ചുന്നോ ബാബുന്നോ എന്തും കൊടുക്കാം കേട്ടോ. അടുത്തത് ഐ റെഡ് ദി സ്റ്റോറി, ഞാൻ കവിത വായിച്ചു അല്ലെങ്കിൽ കഥ വായിച്ചു ഇവിടെ കൊടുക്കുക, കഥന്റെ പേര് ഇവിടെ കൊടുക്കുക. ബൈ ആരാണോ എഴുതിയ ആളുടെ പേര് കൊടുക്കുക. ഇൻ അവർ ബിസി ലൈഫ്സ്, നമ്മുടെ ഈ തിരക്കേറിയ ജീവിതങ്ങളിലെ അല്ലെ, വി റിയലി നീഡ് ക്വൈറ്റ് മൊമെന്റ്സ്, നമുക്ക് നിർബന്ധമായിട്ടും കുറച്ച് സമയം വേണം. ആൻഡ് ചാൻസ് ടു കണക്ട് വിത്ത്, നമുക്ക് എന്ത് ചെയ്യണം, ഒരു അവസരം വേണം ടു കണക്ട് വിത്ത്. എന്തിട്ട് കണക്ട് ചെയ്യാന്? നമ്മളുണ്ടാവില്ല ഈ പോയം എന്തിനെ ബേസ് ചെയ്തിട്ടാണോ, സ്റ്റോറി എന്തിനെ ബേസ് ചെയ്തിട്ടാണോ, ആ ഒരു ബേസ് എന്ത് ചെയ്യാം അവിടെ എഴുതി കൊടുക്കുക കേട്ടോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നോക്കും നിങ്ങൾ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നോക്കും നിങ്ങൾ. വി ആർ കോൾഡ് ടു ask the earth to heal, earth to heal her wounds and in the process heal our own indeed, to embrace the world or creation in all diversity, beauty and wonder. Prepare a blog. നമ്മുടെ ഭൂമിന്റെ അല്ലേ എല്ലാ ഭംഗിയും നമ്മൾ എന്ത് ചെയ്യണം, നിലനിർത്തണം, കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വാങ്കാരി മത്താന്റെ when a sapling is planted എന്ന് പറയുന്നില്ലേ, when a sapling is planted എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഭൂമിന്റെ ഭംഗി എങ്ങനെ നിലനിർത്തണം അല്ലെ, അതിന്റെ ഗ്ലോറി, ലോസ്റ്റ് ഗ്ലോറി നമ്മൾ എന്തെങ്കിലും റിക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബ്ലോഗ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടില്ലെങ്കിൽ നോക്കും നിങ്ങൾ. ഇവിടെ നിങ്ങൾ എങ്ങനെ എഴുതിക്കും, വി അല്ലെ മൊമെന്റ്സ് ആൻഡ് ചാൻസ് ടു കണക്ട് വിത്ത് അവർ എർത്ത്, നമ്മൾ ഭൂമിയിലായിട്ട് എന്ത് വേണം, നമുക്കൊരു കണക്ഷൻ വേണം. ഇൻ ദിസ് അല്ലെ, ഈ ചാപ്റ്ററിൽ ആ ചാപ്റ്ററിന്റെ പേര് when a sapling is planted, the author narrates the importance of അല്ലെ, എന്തിനെ കുറിച്ചാണ് പറയുന്നത്, നാച്ചുറലി ട്രീ പ്ലാന്റിങ്ങിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി കൊടുക്കുക. ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ കുറേ സമയം വേടാൻ എത്തിയിട്ടാട്ടോ. ഇനി വീണ്ടും സാർ സ്പീഡാണല്ലോ, എങ്കിൽ ഒന്ന് റിവേഴ്സ് ഇട്ട് വീണ്ടും കണ്ടോളൂ. നോ വറി ട്ടോ. അടുത്തത് സോ അതുകൊണ്ട് വി ക്യാൻ ഷട്ട് അവർ ഐസ് അഗൈൻസ്റ്റ് ദ ഗുഡ് നാച്ചർ ഓഫ് ദിസ് അല്ലേ, നമുക്ക് ഈ ഒരു സംഗതിയുടെ നന്മക്കെതിരെ എന്താണ് പറ പിന്നെ എന്താണ് അതിൽ നമ്മൾ എന്താ പറയുന്നത്, ദിസ് ടോപ്പിക് എന്നോ ഈ വിഷയത്തിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് തണ്ടിക്കറിയാൻ പറ്റൂല. ഹി ഡെപ്പിക്സ്, ഇപ്പൊ വാങ്കാരി മത്തായി ആണെങ്കിൽ എന്താ പറ, ഷീ ഡെപ്പിക്സ് ഹെർ വ്യൂസ് ആൻഡ് യുണീക്ക്നെസ് ഇൻ ദിസ് വർക്ക് അല്ലെ. ഈ when a sapling is planted എന്ന് പറയുന്ന വാങ്കാരി മത്തായിന്റെ സ്പീച്ചില് അവൾ എന്ത് ചെയ്തിട്ടുണ്ട് പറ, അവളുടെ ഒരു യൂണീക്ക്നെസ് കാണിച്ചിട്ടുണ്ട്. ദ റൈറ്റിംഗ് സ്റ്റൈൽ ഈസ് ട്രമൻഡസ് അല്ലെ, അല്ലെങ്കിൽ സ്പീക്കിംഗ് സ്റ്റൈൽ ഈസ് ട്രമൻഡസ് ട്ടോ. പ്രസംഗാണെങ്കിൽ സ്പീക്കിംഗ് ആ വരിക, എഴുത്താണെങ്കിലോ പറ, റൈറ്റിംഗ് ആ പറയാ കേട്ടോ. അടുത്തത് we can say it's beyond explanation, നമുക്ക് പറയാൻ പറ്റും അത് വർണ്ണനകൾക്ക് അതീതമാണെന്ന്, പച്ചനോണ തള്ളി മറിക്കുക കേട്ടോ. how here we can see, ഇവിടെ നമുക്ക് കാണാൻ കഴിയും എന്നിട്ട് വിഷയാസ്പദമായിട്ട് തള്ളി മറിക്കുക, ഓവറാക്കി ചളാക്കണ്ട കേട്ടോ. അടുത്തത് it much impressed me, ഇതെന്നെ വല്ലാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആകർഷിച്ചിട്ടുണ്ട്. this blog, ശ്രദ്ധിച്ച് കേട്ടോട്ടാ, ഈ കൺക്ലൂഷൻ എല്ലാത്തിലും വെക്കാൻ പറ്റുന്ന കൺക്ലൂഷൻ ആട്ടോ. ഈ ഒരു ബ്ലോഗിലൂടെ ഐ ഇൻവൈറ്റ് യു ഓൾ, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു, എന്തിനാണ് പറ, to join me on a journey of a rediscovery of peaceful world. ശ്രദ്ധിച്ചു കേട്ടോളൂ, ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ കൂടെ കൂടാൻ, ഓൺ എ ജേണി, ഒരു യാത്രയിൽ
ഓഫ് എന്തിനാണ് പറ റീഡിസ്കവറി അല്ലേ, നമ്മൾ തിരിച്ചു കണ്ടെത്താന് എന്താണ് പറ ഓഫ് എ പീസ്ഫുൾ വേൾഡ്, ഒരു നമ്മൾ ലോകത്തിന് സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പൊ തിരിച്ചു കൊണ്ടുവരാന് എൻ്റെ കൂടെയുള്ള യാത്രയിൽ എൻ്റെ കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ എൻ്റെ യാത്രയിൽ നിങ്ങളും പങ്കുചേരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എല്ലാ ബ്ലോഗിനും നിങ്ങൾക്ക് ഞാൻ പറ്റി കൺക്ലൂഷൻ വെക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ശ്രദ്ധിച്ച് കേട്ടോളൂ മക്കളെ, ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുത്ത് നോക്കുക, ഇത് വായിച്ചു ഇല്ലേ നോക്കൂ നിങ്ങൾ. ആരെടുത്ത് വേണ്ട സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് ബൈ വാങ്കാരി മഥായ് അല്ലേ. ഇൻ അവർ ബിസി ലൈഫ്സ് വി റിയലി നീഡ് ക്വയറ്റ് moments and such times to connect with the nature. കണ്ടില്ലേ, in this speech she narrates the importance of planting trees അല്ലേ, planting trees in it so we can shut our eyes against the good nature of her ideas. അപ്പൊ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആരതാണ് അനുസരിച്ച് മാറ്റി കൊടുക്കണം കേട്ടോ. അടുത്തത്, she depicts her views and uniqueness in this work. The style is tremendous and can say it's beyond explanation. Here we can see അല്ലേ. പിന്നെ നമ്മൾ എഴുതി കൊടുക്കാം മത്തായി മെസ്സേജസ്. മത്തായിന്റെ മെസ്സേജ് എന്താണ് പറ, സിമ്പിൾ ആണ് ബട്ട് പ്രൊഫൗണ്ട്, പക്ഷെ വളരെ വിലയേറിയതാണ്. ഇറ്റ്സ് എൻ ഇൻവിറ്റേഷൻ ഫോർ ഈച്ച് ഓഫ് us, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ക്ഷണമാണ് എന്തിന്, ടു പ്ലേ എ റോൾ ഇൻ ഹീലിംഗ് ദ എർത്ത്. നമ്മൾ ഭൂമിനെ ഒന്ന് ഹീൽ ചെയ്യണം, ഭൂമിന്റെ മുറി എന്ത് ചെയ്യണം പറ, ഒന്ന് ഉണക്കണം, അതിലൊക്കെ നമുക്ക് എല്ലാവർക്കും പങ്കുണ്ട്. ആൻഡ് ഇൻ ടേൺ ഫൈൻഡിങ് ഹീലിംഗ് ഫോർ ourselves അല്ലേ. ഭൂമിന്റെ മുറിവ് ഉണക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് പറ, നമുക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാങ്കാരി മത്തായി നമ്മളോട് കുറെ കാര്യങ്ങൾ പറയുന്നത് ഇവിടെ എഴുതി കൊടുക്കാട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. സി, ഇതിന്റെ നോട്ട്സ് കിട്ടണമെങ്കിൽ താഴെ കാണുന്ന നമ്മളെ കമ്മ്യൂണിറ്റി ലിങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പൊ മറക്കാണ്ട് നന്നായിട്ട് പഠിക്കുക. ബ്ലോഗ് ഈസി ആയില്ലേ, ഗെറ്റ് റെഡി, ബി വിത്ത് മീ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസ സൈനിങ് ഓഫ്. ഇതിന്റെ നോട്ട്സിന് വേണമെങ്കിൽ വീണ്ടും പറയുന്നു, താഴെ കാണുന്ന കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു, ബൈ.